ഹലോ, വെൽക്കം ടു അവർ ചാനൽ ഈസി ഹിന്ദി ക്ലാസ്. മക്കളെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ചരിത്രപ്പർ ടിപ്പണിയാണ്. പരീക്ഷയ്ക്ക് ഉറപ്പായും ചരിത്രപ്പർ ടിപ്പണി ഉണ്ടാവും. സ്വഭാവ സവിശേഷതയെക്കുറിച്ച് കുറിപ്പെഴുതാനാണ്. പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള 4 പേരുടെ ചരിത്രപ്പർ ടിപ്പണിയാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഉത്തരം എഴുതാൻ ഒട്ടും അറിയത്തില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ടിപ്സ് ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. അത് കാണാൻ ശ്രദ്ധിക്കുക. 4 പേരെക്കുറിച്ചാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. ആദ്യം രാജാറാം. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ സിമ്പിളായ ചെറിയ പോയിൻ്റുകളായിട്ടാണ് ഞാനിവിടെ നോട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് നിങ്ങൾ ഓരോ പോയിൻ്റ് വെച്ച് പഠിക്കുക. പരീക്ഷയ്ക്ക് എഴുതുന്ന സമയത്ത് കുറിപ്പെഴുതാനാണ്, ടിപ്പണി എഴുതാനാണ്. അതുകൊണ്ട് കുറിപ്പായിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക. പോയിൻ്റായിട്ട് തന്നിരിക്കുന്നത് നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ്. നോക്കാം. ദില്ലി മേ ഉനീന്ദേ സംസ്മരൺ മേ പ്രമുഖ പാത്ര ഹേ രാജാറാം. ദില്ലി മേ ഉനീന്ദേ എന്ന സംസ്മരൺ ഓർമ്മക്കുറിപ്പിലെ പ്രമുഖ കഥാപാത്രമാണ് രാജാറാം. ഒരു കഥാപാത്രത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം എഴുതേണ്ടത് ഏത് രചനയിലെ കഥാപാത്രമാണ് എന്നാണ് ആദ്യത്തെ സെൻറ്റൻസ് എഴുതേണ്ടത്. പഹലെ വഹ് യു പി കെ ഉന്നാവ് മേ രഹ്താ താ. ആദ്യം അയാൾ UP-യിലെ ഉന്നാവിലാണ് താമസിച്ചിരുന്നത്. രാജാറാം ബേഘർ ഹേ. അയാൾക്ക് വീടില്ല. രാജാറാമിന് വീടില്ല. വഹ് 14 സാലോം സെ അപ്പനെ ഓട്ടോമേം സോത്താ ഹേ. അദ്ദേഹം 14 വർഷമായിട്ട് തൻ്റെ ഓട്ടോയിലാണ് ഉറങ്ങുന്നത്. വഹ് ഗരീബ് ഹേ. അദ്ദേഹം ദരിദ്രനാണ്. ഉസ്കാ ജീവൻ സംഘർഷപൂർണ്ണ ഹേ. അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് വളരെയധികം സംഘർഷങ്ങൾ നിറഞ്ഞതാണ്. വഹ് ദൂസരോങ്കി മദത് കർണേമേ തത്പർ ഹേ. മറ്റുള്ളവരെ സഹായിക്കാൻ ആഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അദ്ദേഹം. വളരെ സിമ്പിളാക്കി ചെറുതാക്കിയാണ് തന്നിരിക്കുന്നത്. നിങ്ങളിത് ഉറപ്പായും പഠിച്ചിട്ട് പോകണം. ഇനി അടുത്തത് കേശവനെ കുറിച്ചാണ്. വൈറ്റ് ക്യാപ് കഹാനി കാ പ്രമുഖ പാത്ര ഹേ കേശവ്. വൈറ്റ് ക്യാപ് കഥയിലെ പ്രമുഖ കഥാപാത്രമാണ് കേശവ്. വഹ് 8 സാൽ കാ ലഡ്കാ ഹേ. അവൻ 8 വയസ്സുള്ള ഒരു ആൺകുട്ടിയാണ്. വഹ് വിനമ്ര ഔർ സഹൻശീൽ ഹേ. അവൻ വളരെയധികം വിനയമുള്ളവനും സഹനശീലമുള്ളവനുമാണ്. കേശവ് കോ ക്രിക്കറ്റ് ഖേൽനേക്ക് ഇച്ഛാ ഹേ. കേശവിന് ക്രിക്കറ്റ് കളിക്കാനുള്ള ആഗ്രഹമുണ്ട്. ലഡ്കെ മസാക്ക് ഉഡാത്തേ സമയ വഹ് മുസ്കുരാത്ത രഹ്താ ഹേ. ബാക്കിയുള്ള ബോയ്സൊക്കെ കളിയാക്കുമ്പോൾ അവൻ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കും. അന്തുമേ ലഡ്കെ കേശവ് കോ ദോസ്ത് മാൻതേ ഹൈ. അവസാനം ആ ബോയ്സ് എല്ലാം, ആൺകുട്ടികളെല്ലാം കേശവിനെ ഫ്രണ്ടായിട്ട് കരുതുന്നു. മാസൂമിയത് ഔർ സഹൻശീലത കേശവ് കെ വ്യക്തിത്വ കി പ്രമുഖ വിശേഷതായേ ഹൈ. വ്യക്തിത്വ എന്ന് ചേർക്കണേ, ഇവിടെ വ്യക്തി എന്ന് മാത്രമേ ഉള്ളൂ. മാസൂമിയത്ത് നിഷ്കളങ്കത, സഹനശീലത നിഷ്കളങ്കതയും സഹനശീലതയും കേശവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രമുഖ സവിശേഷതകളാണ്. അടുത്തത് ഹർമൻ. പരി ലഡ്കി കഹാനി കാ മുഖ്യ പാത്ര ഹേ ഹർമൻ. പരി ലഡ്കി കഥയിലെ മുഖ്യ കഥാപാത്രമാണ് ഹർമൻ. ചോട്ടി ഉമ്ര മേം ഹി ഉസെ അപ്പനെ മാം സെ അലഗ് ഹോന പഡ്താ ഹേ. ചെറിയ വയസ്സിൽ തന്നെ അവന് അമ്മയിൽ നിന്ന് വേർപെടേണ്ടതായി വന്നു. കൈദേ ശിവർമേം ഉസെ കൈ യാതനായേം സഹിനി പഡ്തീ ഹേ. തടങ്കലിൽ അവന് ഒരുപാട് യാതനകൾ അനുഭവിക്കേണ്ടതായി വന്നു. കാം കർത്തേ കർത്തേ ഉസ്കെ ഹാത്തോം സെ ഗൂൻ ബഹ്താ ഥാ. തടങ്കലിൽ അവൻ ജോലി ചെയ്തിരുന്ന സമയത്ത് ജോലി ചെയ്ത് അവൻ്റെ കയ്യിൽ നിന്ന് രക്തം ഒഴുകിയിരുന്നു. ഹമേഷ ഉസ്കെ മന്മേം അപ്പനെ മാംഗി യാദാത്തീ ഹേ. എപ്പോഴും അവൻ്റെ മനസ്സിൽ അമ്മയുടെ ഓർമ്മ വരാറുണ്ട്. മാംഗി യാദ് ഉസെ ജീനേക്ക് പ്രേരണ ദേത്തി ഹേ. അമ്മയുടെ ഓർമ്മ അവന് ജീവിക്കാനുള്ള പ്രേരണ നൽകിയിരുന്നു. വഹ് തക്കലീഫോങ്കോ ആത്മവിശ്വാസക്കെ സാത്ത് സാമ്ന കർത്താ ഹേ. അവൻ എല്ലാ പ്രശ്നങ്ങളെയും, എല്ലാ ബുദ്ധിമുട്ടുകളെയും ആത്മവിശ്വാസത്തോടെ നേരിട്ടു. അടുത്തത് പരി ലഡ്കി പാഠത്തിലെ തന്നെ റോമയെക്കുറിച്ചാണ്. റോമ. പരി ലഡ്കി കഹാനി കാ മുഖ്യ പാത്ര ഹേ റോമ. പരി ലഡ്കി കഥയിലെ പ്രമുഖ കഥാപാത്രമാണ് റോമ. പഹലെ വഹ് ഗേത്തോമേം കാം കർത്തി തി. ആദ്യം അവൾ വയലിലാണ് ജോലി ചെയ്തിരുന്നത്. ഹർമൻ കോ റോസാന സേബ് ദേത്തി തി. ഹർമന് എല്ലാ ദിവസവും ആപ്പിൾ നൽകുമായിരുന്നു. വഹ് ഹർമൻ കി പരി ലഡ്കി ഹി. അവൾ ഹർമൻ്റെ മാലാക പെൺകുട്ടിയാണ്.
വഹ് ദയാലു ഔർ ബുദ്ധിമതി ഹെ, അവള് ദയാലുവും ബുദ്ധിമതിയുമാണ്. സംഘർഷക്കെ ദിനോമേ വഹ് ഹർമൻ ഗോ ആത്മവിശ്വാസ് ദിലാത്തി തി, ഒരുപാട് പ്രശ്നങ്ങളിലൂടെയൊക്കെ ഹർമൻ കടന്നു പോകുന്ന സമയത്ത് ഹർമന് അവള് ആത്മവിശ്വാസം നൽകിയിരുന്നു. മെഹനത്തി പാത്രഹെ റോമ, കഠിനാധ്വാനം ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് റോമ. ചരിത്രചിത്രം എഴുതാൻ അറിയത്തില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണ് ഇനി പറയാൻ പോകുന്നത്. ഈ ചോദ്യം നോക്കുക. സൂചന എന്ന് പറഞ്ഞ് തുടങ്ങുന്നിടത്താണ് ഒരു ചോദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. നോക്കുക, സൂചന. ദില്ലി മീം ഉനീന്ദെ സംസ്മരൺ കാ യഹ് അംശ് പഠ്കർ പ്രശ്ന 14 കാ ഉത്തർ ലിഖെ. എന്നിട്ട് ഇവിടെ ദില്ലി മേ ഉനീന്ദെ എന്ന പാഠത്തിലെ ഒരു പാരഗ്രാഫാണ് തന്നിട്ടുള്ളത്. 14ാമത്തെ ചോദ്യം നോക്കിക്കേ. സങ്കേതോങ്കി സഹായതാസെ ഓട്ടോവാലെ രാജാറാം കി ചരിത്ര വിശേഷത പർ ടിപ്പണി ലിഖെ. തന്നിരിക്കുന്ന പോയിൻ്റൊക്കെ വെച്ചുകൊണ്ട് രാജാറാമിനെ കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ 4 പോയിൻ്റ് തന്നിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഏത് രചനയിലെ കഥാപാത്രമാണെന്ന് എഴുതണം. അപ്പോൾ അത് അറിയത്തില്ലെങ്കിൽ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യന് തന്നെയുണ്ട്, ശ്രദ്ധിച്ച് നോക്കുക. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് നോക്കുക. ദില്ലി മേ ഉനീന്ദെ സംസ്മരൺ, ഇങ്ങനെ എഴുതുക. ദില്ലി മേ ഉനീന്ദെ സംസ്മരൺ കാ പ്രമുഖ പാത്ര ഹെ രാജാറാം. ഒരു സെൻറ്റൻസ് എഴുതി. ഇനി അടുത്തത് ഈ പോയിന്റിനെയാണ് മാറ്റേണ്ടത്. എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. ആദ്യത്തെ പോയിന്റ് ഗരീബി ഔർ അഭാവ് എന്നാണ്. അപ്പോൾ ഇങ്ങനെ എഴുതാം. രാജാറാം കി ജിന്ദഗി ഗരീബി ഔർ അഭാവ് സെ ഭരാ ഹെ. രാജാറാമിൻ്റെ ജീവിതം ഇല്ലായ്മയും ദാരിദ്ര്യവും ഒക്കെ നിറഞ്ഞതാണ്. അടുത്ത രാജാറാം കാ യൗവൻ ഭൂഖ് മരാ ഥ. അടുത്ത പോയിന്റ് അങ്ങനെ എഴുതാം. ഇങ്ങനെ ഓരോ പോയിന്റുകളെയും സെൻറ്റൻസാക്കി മാറ്റിയതിന് ശേഷം കുറിപ്പായിട്ട് എഴുതുക. ഇനി ഈ പോയിന്റിനെ സെൻറ്റൻസാക്കി മാറ്റാൻ അറിയത്തില്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ, വളരെ ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യണം? ആദ്യം ഏത് പാഠത്തിൽ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്, ഏത് കഥാപാത്രമാണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അത് ഏത് പാഠത്തിലെ കഥാപാത്രമാണെന്ന് ആദ്യത്തെ സെൻറ്റൻസ് എഴുതിയതിന് ശേഷം തന്നിരിക്കുന്ന പോയിന്റിന് മുന്നിൽ ഏത് കഥാപാത്രത്തെക്കുറിച്ചാണോ അയാളുടെ പേര് ചേർക്കുക. അതിനുശേഷം പോയിന്റ് എഴുതുക. അവസാനം ഹേ എഴുതി ഫുൾ സ്റ്റോപ്പ് ഇടുക. ഇങ്ങനെ 4 പോയിന്റും ഇതേ രീതിയിൽ ഒരു കുറിപ്പ് പോലെ എഴുതുക. പോയിൻ്റാക്കി എഴുതരുത്, കണ്ടിന്യൂസ് ആയിട്ട് കുറിപ്പ് എഴുതുന്ന പോലെ എഴുതുക. വീഡിയോയുടെ ആദ്യം കാണിച്ചിരിക്കുന്ന പോയിന്റുകൾ നിങ്ങൾ പഠിച്ചിട്ട് പോവുക. തീരെ അറിയില്ല, തോക്കും എന്ന രീതിയിൽ നിൽക്കുന്ന കുട്ടികളാണ് ഈ രീതിയിൽ ചെയ്യേണ്ടത്.